ഹലോ ഗൈസ്, പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഗ്നിസിൻ്റെ ബാക്ക് സ്പോയിലർ സെറ്റ് ചെയ്യണ വീഡിയോ കേട്ടോ. അതൊന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ സ്പോയിലർ വരുമ്പോൾ ഏറ്റവും കാണിച്ച സ്ക്രൂ ചെയ്യല്ലേ, ബോഡി തുളക്കാതെ വെച്ചെടുക്കുന്ന ടൈപ്പ് കണ്ടോ. ഈ ക്ലാമ്പ് അതുപോലെ ഓപ്പോസിറ്റ് ഇവിടെ ക്ലാമ്പ് വരുന്നത് കേട്ടോ. ഇതാണ് ക്ലാമ്പ് പറഞ്ഞത്. ഇതിൽ കണക്ട് ചെയ്ത് കണ്ട് ഇതിൻ്റെ അടിയിൽ സ്ക്രൂ കേട്ടോ. ഇതിൻ്റെ സ്ക്രൂ തന്നെ ഉണ്ട്, ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കണക്ട് ചെയ്ത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് രണ്ട് ക്ലാമ്പ് വരിക, ഒന്നാം ഭാഗത്ത് വരും. റെഡാണ് വണ്ടി. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് 3M സ്റ്റിക്കർ കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ, ഈ പോർഷൻ ഇങ്ങനെ അവിടെ ടച്ച് ചെയ്തിരിക്കുന്ന പോർഷനാണ്. അപ്പോൾ ആ പോർഷനിൽ ഇങ്ങനെ 3M കയറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മുതലല്ലേ, ഇതാണ് അതിൻ്റെ പ്രൈമർ പശ വരുന്നത് അല്ലേ. ഇത് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം അല്ലേ, പ്രൈമർ പശ. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തോട്ട് ഒട്ടിച്ചുള്ളത്, ഇത് ലാസ്റ്റായിട്ട് ഇവിടെ ഒട്ടിച്ചുള്ളതാണ്. അപ്പോൾ അത് കീറെടുത്തിട്ട് നമുക്ക് കയറ്റി വെക്കാം. രണ്ട് സൈഡിൽ ഇത് തുളയ്ക്കാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാമ്പ് ആകുമ്പോൾ നമ്മളെ വണ്ടിക്ക് വേറെ ഹോളും കാര്യങ്ങളും ഇടേണ്ട ഒരു കേസ് വരുന്നില്ല. ആ സ്റ്റിക്കർ അതുപോലെ ഈ രണ്ട് ക്ലിപ്പും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഫിറ്റിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ ഭാഗം കണക്ട് ചെയ്ത് ഫുള്ള് ടൈറ്റാക്കി ഞാൻ അടച്ചിട്ട് അതിൻ്റെ പ്രൊഫൈൽ കാണിച്ചു തരാം. ഇതാണ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇഗ്നിഷിൻ്റെ സ്പോയിലറിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.